ഇവന്മാര് വെറുതെ കോമഡി ആക്കാൻ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നേതാക്കന്മാർ. പുറത്തുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? எங்க ஊர்ல நிறைய பார்ட்டில இருந்து நிறைய பேர் சிஎம் ஆக ட்ரை பண்ணாங்க. உங்க ஊர்ல ஒரே பார்ட்டில இருந்து நிறைய பேர் சிஎம் ஆக ட்ரை பண்ணிருக்காங்க. ഈ കൊച്ചു നമ്മുടെ വില കളയും. ഇപ്പൊ വരും, എപ്പോ വരും? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? മുഖ്യമന്ത്രി ആരെന്നറിയാൻ നിമിഷങ്ങൾ എണ്ണുകയാണ് രാഷ്ട്രീയ കേരളം. അടുത്ത നിമിഷം പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടാകും. പറയാൻ തുടങ്ങിയിട്ട് എന്തായി തീരുമാനിച്ചോ? KGR ആണോ? ഏതാണ്ട് തീരുമാനിച്ചോലൊക്കെ തന്നെ വാർത്ത കൊടുത്തേ വരട്ടെ. പാർട്ടി പ്രസിഡന്റ് വന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കും. അയ്യോ അതെപ്പോഴാ? ഇപ്പൊ വരും. It has been decided that ആരാ എഴുതിയത്? അയ്യടാ ചേട്ടനല്ല. Shri V.D. Satishan be appointed എന്നാ നമുക്ക് ആഘോഷിക്കണം. അവരാഘോഷം തുടങ്ങിയില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മെറിറ്റിൽ വന്നവനാടാ. ആരേലും കാണൂടാ ഈ തോർത്തിട്ട് കരയടാ. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ആശ്ര നീ ഒന്ന് സമാധാനപ്പെടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് കിടക്കുകയാണ് ഇവിടെ. ശ്രീ V.D. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ കഴുത്തൂട്ടം പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്ന് തന്നെ. അപ്പൊ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. അതൃപ്തിയിൽ രമേശ് ചെന്നിത്തല എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ വരികയാണ്. KC സന്തോഷം രേഖപ്പെടുത്തി പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. റഹീസ്, പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്ര ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയോടെ വരുമായിരുന്നില്ലേ? രാഹുൽ ഗാന്ധിയോടും രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി അറിയിച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിച്ചില്ല, പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം പരിഗണിച്ചില്ല. കൂടെ നിർത്തിയ പണിയാവോ? അത് നോക്കട്ടെ. മുന്നോട്ട് പോകണമെങ്കിൽ ഈ തെറുടെയും കൂടെ കൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ ഇതുപോലെ 2 ആവുന്നല്ലേ ഉള്ളൂ. കൊടുക്കുന്ന നമുക്ക് 2 പേർക്കും കിട്ടിയില്ലല്ലേ.